നമസ്കാരം. നമ്മുടെ രാഹുൽ മാക്കൂട്ടത്തിന് SIT സംഘം ചോദ്യം ചെയ്തിരുന്നു. നമുക്കറിയാം, രാഹുൽ മാക്കൂട്ടത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞിരുന്ന ചില കണ്ടീഷൻ, നോർമൽ കണ്ടീഷൻസാണ്. അതായത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ജാമ്യ വ്യവസ്ഥ ഭയങ്കര കഠിനമാണെന്നൊക്കെയാണ് ഇവിടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതൊന്നുമല്ല, നോർമൽ ഒരു കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ പാലിക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നതായ കുറേ കാര്യങ്ങൾ മാത്രമാണ് രാഹുൽ മാക്കൂട്ടത്തിന് ജാമ്യ വ്യവസ്ഥ അനുവദിച്ചതിനകത്തുണ്ടായിരുന്നത്. അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, അന്വേഷണ സംഘത്തിന് മുമ്പാകെ കൃത്യമായിട്ട് ഹാജരാവണം. അതിൻ്റെ ഡേറ്റും പറഞ്ഞിരുന്നു. അതാണ് 16, 17, 18 തീയതികളിൽ രാവിലെ 10 മണി മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകണമെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇന്ന് രാഹുൽ മാക്കൂട്ടം ഹാജരായത്. മറ്റ് 1-2 കണ്ടീഷൻസ് പറഞ്ഞിരുന്നത്, ഒരു കാരണവശാലും പരാതിക്കാരെയോ അല്ലെങ്കിൽ സാക്ഷികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്താൻ പാടില്ല. സ്വാഭാവികമാണ്, എല്ലാ ജാമ്യത്തിലും പറയുന്നതാണ്. മറ്റൊന്ന്, പാസ്പോർട്ട് ഹാജരാക്കണം, രാജ്യം വിട്ടു പോകാൻ പാടില്ല, അത് സ്വാഭാവികമായിട്ട് പറയുന്നതാണ്. മറ്റൊന്ന്, 2 ആൾ ജാമ്യം ബോണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എല്ലാ ജാമ്യ വ്യവസ്ഥയിലും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ കാര്യത്തിനകത്തും പറഞ്ഞിരുന്നത്. പക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ പറഞ്ഞിരുന്നത് കർശന ഉപാധി. നമുക്കറിയാം, മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഈ രാഹുൽ മാക്കൂട്ട വിഷയം ഈ പൊതുമണ്ഡലത്തിൽ എടുത്തിട്ടുണ്ട്, അലക്കി അതിനകത്ത് ഒരു ആനന്ദം കണ്ടെത്തുക, അല്ലെങ്കിൽ അങ്ങനെ രാഹുൽ മാക്കൂട്ടത്തിനെ ഈ പൊതുസമൂഹത്തിൽ വളരെ തീർത്തും മോശക്കാരനാക്കി ആഭാസനാക്കി ചിത്രീകരിക്കുക എന്നുള്ളൊരു ടാർഗറ്റ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൊട്ടേഷൻ കരാറ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു കോക്കസിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് കുറേ കാലങ്ങളായിട്ട് തന്നെ ഈ വിഷയം സംബന്ധിച്ച് തുടക്കം പോലുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യമുള്ളൂ. ഇന്ന് പോലും കൂടെ രാഹുൽ മാക്കൂട്ടം ഈ SIT സംഘത്തിന് മുമ്പിൽ ഹാജരാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പോയപ്പോൾ തന്നെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം പറയുന്ന ഡയലോഗുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വരെ ഞെട്ടിപ്പോകും. അതായത് 2 കേസിലും നമുക്കറിയാം, കോടതികൾ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബലാത്സംഗം നിലനിൽക്കുന്നില്ല എന്നുള്ളത് 2 കേസിനകത്തും, അതായത് 1-ാം കേസിലും 3-ാം കേസിലും കൃത്യമായിട്ട് കോടതി പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിട്ട് പോലും മുഖ്യധാര മാധ്യമങ്ങളിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് അവർ പറയേണ്ടിയിരുന്നത്, കാരണം അവരൊക്കെ കുറച്ചും കൂടെ വാക്ചാതുര്യവും അതുപോലെ ഭാഷാ പ്രയോഗവും ഒക്കെ കുറച്ചും കൂടെ അവധാനതയോടുകൂടി പറയുന്നവരാണ് പൊതുവെ പത്രപ്രവർത്തകർ, അല്ലെ മാധ്യമ പ്രവർത്തകർ, അവതാരകരെന്നൊക്കെ പറയുന്നത്. അവർ സ്വാഭാവികമായിട്ട് പറയേണ്ടത് എന്തായിരുന്നു, രാഹുൽ മാക്കൂട്ടത്തിൻ്റെ 3-ാം പീഡന പരാതിയിൽ പ്രകാരം കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘം മുമ്പാകെ ഇന്ന് ഹാജരാകുന്നു എന്ന് പറയുന്നതിന് പകരം അവർ പറയുന്നത് എങ്ങനെയാണ്, 1-ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാക്കൂട്ടം അന്വേഷണ സംഘം മുമ്പാകെ ഹാജരായി. 1-ാം ബലാത്സംഗം, 2-ാം ബലാത്സംഗം, 3-ാം ബലാത്സംഗം, ഇങ്ങനെ ബലാത്സംഗം എന്നുള്ളത് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് പൊതുമണ്ഡലത്തിൽ ആ വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഒരു വളരെ മോശക്കാരനാക്കുകയാണ് ചെയ്യുന്നത്. അത് അവരുടെ ഒരു ഹിഡൻ അജണ്ട. നമ്മൾ പറഞ്ഞു വരുന്നത് അതല്ല. എന്താണെങ്കിലും രാഹുൽ മാക്കൂട്ടം പോയി ഹാജരായി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, രാഹുൽ മാക്കൂട്ടത്തിൻ്റെ 1-ാം ഈ പീഡന പരാതി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പുറം ലോകത്ത് അധികം അറിയായിരുന്നത്. 3-ാം പീഡന പരാതിയെ സംബന്ധിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പൊതുമണ്ഡലത്തിൽ അവൈലബിൾ ആയിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ മാക്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ 3-ാം പീഡന പരാതിയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആയതുകൊണ്ടും അവരെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഈ കോക്കസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ തന്നെ പൊതുസമൂഹം മുഴുവനായിട്ടും അറിഞ്ഞു. അവർ തിരുവല്ല സ്വദേശിനിയാണെന്ന്, കാനഡയിലാണ് ജോലി ചെയ്യുന്നതെന്ന്, കാനഡയിൽ നിന്നാണ് പരാതി മെയിലായിട്ട് അയച്ചതെന്നും ആ മെയിൽ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തതെന്നും, അതുപോലെ തന്നെ അവർ ഇതിനു മുമ്പ് കാനഡയിൽ നിന്ന് ഇവിടെ വന്ന് തിരുവല്ല ലോഡ്ജിൽ വന്ന് ക്ലബ്ബ് 7 എന്ന് പറയുന്ന ലോഡ്ജിൽ വന്ന് അവർ തന്നെ റൂമെടുത്ത് ഇരുന്നുവെന്നും, അതിന് ശേഷം രാഹുൽ മാക്കൂട്ടത്തെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്നും, അങ്ങനെയാണ് അവർ സന്ധിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കക്ഷികളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്. പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങൾ വെളിപ്പെടുത്തി. അവർക്കെതിരെ യാതൊരു നടപടിയില്ല. എന്നാൽ 1-ാം പീഡന പരാതിക്കാരിയുടെ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഐഡൻറ്റിറ്റിയും വെളിപ്പെടുത്താതെ തന്നെ അവർ വിവാഹിതയാണെന്ന് മാത്രം പറഞ്ഞ രാഹുൽ മാക്കൂട്ടമല്ല,
രാഹുൽ മാക്കൂട്ടം പ്രതിയായി വന്ന ആ കേസിലെ അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത് 16 ദിവസം ജയിലിൽ കിടന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യം. അപ്പം അതങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കോക്കസിൻ്റെ താല്പര്യം അനുസരിച്ച് എങ്ങനെ പ്രവർത്തിച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഈ 3-ാം പീഡന കേസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരണങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയേണ്ടതുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് അവർ മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തേക്ക് അറിയിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ഈ കോക്കസിന് വേണ്ടിയിട്ടാണ് അറിയിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടിയൊന്നും ഉണ്ടായില്ല. ഓക്കെ, അതെന്തുവാട്ടെ. എന്താണെങ്കിലും രാഹുൽ മാക്കൂട്ടം നിന്ന് SIT മുമ്പാകെ ഹാജരായി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് വാഹനത്തിലായാണ് പോയത്. എന്നിട്ട് അതുവരെ ഇവിടെ മാധ്യമങ്ങൾ എടുത്തിട്ടോട് പറയുകയാണ് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചു, ഔദ്യോഗിക വാഹനം മാറ്റിവെച്ച് പ്രൈവറ്റ് വാഹനത്തിലാണ് പോയതെന്നൊക്കെ. അപ്പോൾ അദ്ദേഹം പ്രൈവറ്റ് വാഹനത്തിൽ പോയാൽ എന്താണ്, ഔദ്യോഗിക വാഹനത്തിൽ പോയാൽ എന്താണ്, സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളതേ ഉള്ളൂ. അവിടെ ചെന്ന് മൊഴി കൊടുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ വൈകിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു വിവരണം അന്വേഷണ സംഘം വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ഒരു സംഭവവും അതിനകത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. നമുക്കറിയാം ഹൈക്കോടതിയിൽ നടന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ട്രയലിന് സമാനമായിട്ടുള്ള വാദപ്രതിവാദങ്ങളായിരുന്നു നടന്നിരുന്നത്. കാരണം ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന വാദം എന്ന് പറയുന്നത് അത് ഹൈക്കോടതിയിൽ വാദം നടന്നു എന്ന് മാത്രമല്ല, അതിനകത്ത് രാഹുൽ മാക്കൂട്ടത്തിന് ജാമ്യം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ്റെ ഹെഡായിട്ടുള്ള DGP തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ വന്ന് വാദിക്കുകയും അതോടൊപ്പം തന്നെ ഈ 1-ാം പീഡന പരാതിക്കാരി തന്നെ കക്ഷി ചേർന്ന് അവർ മറ്റൊരു അഡ്വക്കേറ്റ്സ് അസോസിയേറ്റിനെ അതിനകത്ത് ഈ പ്രോസിക്യൂഷന് വേണ്ടി സപ്പോർട്ടായിട്ട് നിർത്തുകയും അവർ തന്നെ ഏകദേശം ഒരു 10ഓളം വരുന്ന ഒരു അഡ്വക്കേറ്റ്സ് പാനലാണ് ശരിക്കും പറഞ്ഞാൽ ഈ 1-ാം പീഡന പരാതിക്കാരിക്ക് വേണ്ടിയിട്ട് പ്രോസിക്യൂഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിലുണ്ടായിരുന്നത്. പക്ഷേ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ അഡ്വക്കേറ്റ്സ് അവരുമുണ്ട്. ഒരു 8-10 പേരോളം അടങ്ങുന്ന അസോസിയേറ്റ് തന്നെയാണ് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ അഡ്വക്കേറ്റും. എന്താണെങ്കിലും ശക്തമായ വാദങ്ങൾക്ക് ഒടുവിലാണ് ഹൈക്കോടതി രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന ഈ ആരോപണങ്ങളൊക്കെ ബലാത്സംഗം നിലനിൽക്കുന്നില്ല, അതുപോലെ തന്നെ ഗർഭചിത്രം അത് നിലനിൽക്കുന്നില്ല, കാരണം നിർബന്ധിച്ചുള്ള ഗർഭചിത്രം എന്നുള്ളത് അതും നിലനിൽക്കുന്നില്ല, അതുപോലെ തന്നെ ധാർമ്മികമായിട്ടുള്ള ഒരു തെറ്റാണെങ്കിൽ പോലും കൂടെ അത് രാഹുൽ മാക്കൂട്ടത്തെക്കാൾ ഉപരി കാര്യത്തിനകത്ത് കുറ്റക്കാരി ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് പങ്കെടുത്ത സ്ത്രീയാണ്. കാരണം അവർ ഭർത്തൃമതിയായ സ്ത്രീയായിരുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അതെല്ലാം നമ്മൾ ചർച്ച പോയ ഒരു കാര്യമാണ്. എന്താണെങ്കിലും ശരി, SIT സംഘത്തിന് മുന്നിൽ രാഹുൽ മാക്കൂട്ടം പറഞ്ഞിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ നമുക്കറിയാം. കോടതിയിൽ നിന്ന കാര്യങ്ങളായതുകൊണ്ട് പബ്ലിക്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. കോടതിയിൽ അത് വ്യക്തമായിട്ട് രാഹുൽ മാക്കൂട്ടം ഹാജരാക്കിയിരുന്നു. മറ്റൊന്ന്, ഇന്നിപ്പോൾ അന്വേഷണ സംഘം മുമ്പാകെ അത്തരം കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തിനെ വളഞ്ഞിട്ട് പിടിച്ച് ഏതാണ്ട് രാഹുൽ മാക്കൂട്ടത്തിനെ വലയിൽ വീഴ്ചു എന്നുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തപ്പെടുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാൻ. ആ രീതിയിലാണ് SIT സംഘത്തിന് ലഭിച്ചിരിക്കുന്ന സൂചനകൾ പോലും. നമുക്കറിയാവുന്നല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിലെല്ലാം രാഹുൽ മാക്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്, MLA ആയിരുന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെയൊക്കെ അറിവിരുന്നത് ഈ 1-ാം പീഡന പരാതിക്കാരിയുടെ ഫ്ലാറ്റിൽ, അതായത് അവരുടെ തൃക്കണ്ണാപുരത്തെ ഫ്ലാറ്റിൽ രാഹുൽ മാക്കൂട്ടം അതിക്രമിച്ച് കയറി അവരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു എന്നൊക്കെ ആയിരുന്നു നമ്മുടെ ഇവിടെ പറഞ്ഞു കേട്ടിരുന്നത്. കാരണം അതിന് വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ആ രീതിയിലൊക്കെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ തെളിവ് വന്നു കഴിഞ്ഞപ്പം പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുമായിട്ടുള്ള സൗഹൃദത്തിന് ശേഷം അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണെങ്കിൽ പോലും കൂടെ ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് ശരിക്കും പറഞ്ഞാൽ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഈ 1-ാം പീഡന പരാതിക്കാരി രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റിൽ പോയി 2 ദിവസം താമസിച്ചിരുന്നു. അതിന് വ്യക്തമായ തെളിവുകളും കൂടെ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഈ ബലാത്സംഗം എന്ന് പറയുന്ന സംഭവം 7 അയൽപക്കത്ത് പോലും ഇല്ല എന്നുള്ളത് ഹൈക്കോടതി പറഞ്ഞത്. അത് സ്ത്രീ പുരുഷ സൗഹൃദപരമായിട്ട് നടന്നിരിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിൽ നടന്നിരിക്കുന്ന കാര്യം അത്രേ ഉള്ളൂ. അത് ഇന്നിപ്പോൾ SIT സംഘത്തിന് മുന്നിലും അത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ 2 ദിവസം കൂടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അതിനെപ്പറ്റിയുള്ളൊരു കണ്ടിന്യൂറ്റി ഇനിയിപ്പോൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
ഇനിയിപ്പം വേണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ശാരീരിക ക്ഷമത പരീക്ഷിക്കാനും അത്തരം മെഡിക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വേണമെങ്കിൽ പോകാം. അതും വേണമെങ്കിൽ മാധ്യമങ്ങൾക്കൊരു വാർത്തയാക്കാം. അതുപോലെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വിട്ടയക്കണം. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്ന കേസായതുകൊണ്ട്. പക്ഷേ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയാക്കാമായിരുന്നു. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ അത് രേഖപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. പക്ഷേ അപ്പോൾ ഒരു എന്താ പറയുക, ഒരു മുഖ്യ വാർത്തയായിട്ട് അതിനിപ്പോൾ പുറത്തേക്ക് വരും. അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഈ വിഷയം ആഘോഷിക്കുന്ന കുറച്ച് മഹിളാ രത്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് റിനി ജോർജ്, അതുപോലെ തന്നെ MI ഷഹനാസ്, ലക്ഷ്മി പത്മ, ഒരു ഹണി ഭാസ്കരൻ, സൗമ്യ സരിൻ, അങ്ങനെ ഒരു സെറ്റ് തന്നെ ഉണ്ടല്ലോ ഈ രാഹുൽ മാക്കൂട്ടത്തിന് വേണ്ടിയിട്ട്, രാഹുൽ മാക്കൂട്ടത്തെ തേജോവധം ചെയ്ത് ഇല്ലാതെ ആക്കാനായിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു അവസരമാണ്. ശരി, രാഹുൽ മാക്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഒന്നല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഒക്കെ ഇടാനായിട്ടുള്ള ഒരു അവസരമാണ്. അതേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. അത്രേ അവർക്ക് ചെയ്യാനും സാധിക്കുള്ളൂ. കാരണം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ജാമ്യത്തിൽ കൊടുക്കണം. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ തുടക്കം പോലെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഓരോ ദിവസവും അടിവരയിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു കാര്യം വളരെ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുന്നു. അതായത് എന്താ പറയുക, കോൺക്രീറ്റ് ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ SSP എന്ന ആ വലിയൊരു കോക്കസിൻ്റെ ആ ഒരു പ്രവർത്തനം ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യുവ നേതാവിനെ ഒതുക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊന്നുകൂടി അടിവരയിട്ട് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ എല്ലാവർക്കും ബോധ്യപ്പെടും. ഇതൊന്ന് പറയാനായിട്ടാണ് വീഡിയോയിൽ വന്നത്. എല്ലാവർക്കും നന്ദി.